നെക്സ്റ്റ് ടോപ്പിക്ക് സെക്യൂരിറ്റി ബ്രച്ച് ആൻഡ് ബ്രച്ച് അവോയ്ഡൻസ് ആണ്. അതായത് എന്താണ് സെക്യൂരിറ്റി ബ്രച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെക്യൂരിറ്റി ഉണ്ട് എന്ന് വിശ്വസിച്ച് നമ്മൾ ഏർപ്പെടുന്ന പല ട്രാൻസാക്ഷനുകളിലും അത്തരം സെക്യൂരിറ്റി നിഷേധിക്കപ്പെടും. അതിനാണ് നമ്മൾ ബ്രച്ച്, തടസ്സപ്പെടും. അതിനാണ് നമ്മൾ ഈ ബ്രച്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി അതെങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നാണ്. നമുക്കറിയാം, ഡിജിറ്റൽ ടെക് ഒരു കാലഘട്ടത്തിൽ നമുക്ക് നമ്മളെല്ലാവരും കൂടുതൽ ഡിജിറ്റലി ഇൻ്റർകണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഇൻ്റർകണക്റ്റഡ്നെസ് വലിയൊരു സാധ്യത നമ്മുടെ മുമ്പിൽ തുറന്നു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സംവിധാനങ്ങളുടെ ഭാഗമാവാതെ മാറി നിന്നുകൊണ്ട് സ്വയം സുരക്ഷിതരാവാൻ നമുക്ക് പറ്റില്ല. നമ്മൾ ഇത്തരം സംവിധാനങ്ങളുടെ ഭാഗം ആകേണ്ടതായിട്ട് തന്നെ വരും. ഒരിക്കലും ഞാൻ ആർക്കും മെയിൽ അയക്കില്ല, ഞാൻ വാട്സപ്പിൽ ഒരു ഗ്രൂപ്പിലും അംഗമാവില്ല, ഞാൻ ഫോൺ മുഖാന്തരം ഒരു മെസ്സേജും ആർക്കും കൈമാറില്ല, ഒരു ട്രാൻസാക്ഷൻ പോലും ഞാൻ ബാങ്കിൽ പോയി നേരിട്ടല്ലാതെ ഓൺലൈൻ വഴി ചെയ്യില്ല, എൻ്റെ ഒരു പേയ്മെൻറ്റ് പോലും എനിക്കൊരു ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ എടുക്കില്ല, ഞാൻ ഒരു പേയ്മെൻറ്റ് പോലും ക്രെഡിറ്റ് കാർഡ് വഴി ചെയ്യില്ല. ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ എടുത്തിട്ട് നമുക്ക് ഇല്ല. നമ്മളുടെ ചുറ്റുമുള്ള സംവിധാനങ്ങൾ വളരുന്നതനുസരിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ അഡാപ്റ്റഡ് ആവേണ്ടി വരും. ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കേണ്ടി വരും, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കേണ്ടി വരാം, നമ്മൾക്ക് ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്ത് പർച്ചേസ് ചില സമയത്ത് ചെയ്യേണ്ടി വരാം, ഓൺലൈൻ ഷോപ്പിംഗ് നടത്തേണ്ടതായിട്ട് വരാം. സോ നമ്മുടെ അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻസ് ബാങ്കിലല്ലാതെ നേരിട്ട് അല്ലാതെ ട്രാൻസാക്ഷൻസ് നടത്തേണ്ടി വരാം. ഇപ്പോൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്തിരുന്നിരുന്ന ഒരാൾക്കാർ പോലും ഒരു പക്ഷേ ഇങ്ങനെ ഒരു കോവിഡിൻ്റെ കാലഘട്ടം വന്നപ്പോൾ അവർക്ക് ഒട്ടും പരിചിതമില്ലാത്ത സംവിധാനങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് ഡിജിറ്റൽ ടെക്നോളജിയും മറ്റ് സംവിധാനങ്ങളും വളരുന്നതിനോടൊപ്പം ഇതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഇത്തരം സെക്യൂരിറ്റി ബ്രച്ചുകൾ അവോയ്ഡ് ചെയ്യാന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. യു വിൽ ഹാവ് ടു ബി എ പാർട്ട് ഓഫ് ദ സിസ്റ്റം, ബട്ട് along with being a part of the system, you should know how to avoid breach. ഇത്തരം സംവിധാനങ്ങളുടെ ഭാഗമായിക്കൊണ്ട് തന്നെ എങ്ങനെ സെക്യൂരിറ്റി ബ്രച്ച് അവോയ്ഡ് ചെയ്യാം എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ നമ്മളെ പറ്റിക്കപ്പെടാനുള്ള എല്ലാവിധ ചാൻസും ഉണ്ട്. വേൾഡ് ബാങ്ക് ഈ സെക്യൂരിറ്റി പ്രോസസ്സിനെയും പ്രൊസീജിയേഴ്സിനെയും സംബന്ധിച്ച് എങ്ങനെ പല വിധത്തിലുള്ള ഈ ത്രെറ്റ്സ് നമ്മൾക്ക് ഒഴിവാക്കാം, അല്ലെങ്കിൽ എങ്ങനെ അത് കുറയ്ക്കാം, ഹൗ യു ക്യാൻ മിറ്റിഗേറ്റ് the effect of various type of threats which you have a chance to receive when you are a part of a digital world. അതിനൊരു ആർട്ടിക്കിൾ പോലെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായി. അവരൊരു 13 ലെയറുള്ള ഈ സെക്യൂരിറ്റീനെ കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് വേൾഡ് ബാങ്ക് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അത് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും കമ്പൈൻ ചെയ്തിട്ടുള്ള വളരെ സുശക്തമായൊരു നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമുക്കൊരിക്കലും ടെക്നോളജി വേൾഡിൽ മുഴുവൻ നമ്മളൊരു മതിലൊക്കെ കെട്ടി കമ്പ്യൂട്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്തതുകൊണ്ട് ഒരിക്കലും നമുക്ക് വൈറസ് അറ്റാക്ക് ചെയ്യാതിരിക്കില്ല. സോ അതിന് സോഫ്റ്റ്വെയർസ് വേണം. എന്നാൽ ശരി, ഏതൊരാൾക്കും കയറി തുറന്ന് ചെല്ലാൻ പറ്റുന്ന ഒരു മുറിയിൽ കൊണ്ട് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ വെച്ചിട്ട് അതുമില്ല. അപ്പോൾ രണ്ടും വേണം. യു ഷുഡ് ഹാവ് എ ഹാർഡ്വെയർ ആൻഡ് യു ഷുഡ് ഹാവ് എ സ്ട്രോങ് സോഫ്റ്റ്വെയർ. ഇത് രണ്ടും കൂടി ഈക്വലൈസ് ചെയ്തുകൊണ്ടുള്ളൊരു നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് വഴി മാത്രമേ നമ്മൾക്ക് നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ എടുക്കുന്നത് വഴി മാത്രമേ നമുക്ക് എന്ത് പോസിബിൾ ആകുള്ളൂ, സെക്യൂരിറ്റി ബ്രച്ച് അവോയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ വേൾഡ് ബാങ്ക് പറഞ്ഞിട്ടുള്ള ഈ 13 ലെയേഴ്സ് ഓഫ് ഈ സെക്യൂരിറ്റി എന്താണെന്നുള്ളതാണ് നമ്മൾ ഇതിൽ നോക്കാൻ പോകുന്നത്. ആക്ച്വലി അതാണ് സെക്യൂരിറ്റി ബ്രച്ച് അവോയ്ഡ് ചെയ്യാനുള്ള മെഷേഴ്സായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് റിസ്ക് മാനേജ്മെൻ്റ് ആണ്. ഡിജിറ്റൽ നെറ്റ്വർക്കുകൾ അല്ലെങ്കിൽ ഡിജിറ്റൽ ടെക്നോളജി യൂസ് ചെയ്യുന്ന വളരെ വിപുലമായിട്ടുള്ള സംവിധാനങ്ങൾ ഉള്ളിടത്തെല്ലാം ഒരു ബ്രോഡ് ഫ്രെയിംവർക്ക് വേണം. അസറ്റ്സിനെ എങ്ങനെ റിസ്കിൽ നിന്ന് മാനേജ് ചെയ്യാൻ പറ്റും, ഒരു ഡിജിറ്റൽ ടെക്നോളജിയുടെ ഭാഗമാകുന്നതിൻ്റെ രീതിയിൽ സംഭവിക്കാവുന്ന ത്രെറ്റുകളിൽ നിന്നൊക്കെ relevant threats that can happen to your assets and how you can manage your assets എന്നുള്ളതിനെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ബ്രോഡ് ഫ്രെയിംവർക്ക് ഉണ്ടായിരിക്കണം. അതാണ് അവർ പറയുന്ന ആദ്യത്തെ കാര്യം. അത് പോളിസി മാനേജ്മെൻറ്റ്. A program should control firms' policy and procedural guidelines via the employee computer usage. എന്ന് വെച്ചാൽ നമ്മളുടെ കമ്പനിയിൽ, ഇത് ആക്ച്വലി ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഹ്യൂജ് ഫ്രെയിംവർക്കിനെ ബേസ് ചെയ്തിട്ടാട്ടോ പറയണേ. നമ്മളുടെ ഓർഗനൈസേഷനിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ അതുപോലെയുള്ള ഡിജിറ്റൽ ഡിവൈസുകൾ ഉപയോഗിക്കുമ്പോൾ ഒരു എംപ്ലോയി വേണ്ടാത്തതുമായ ഡൂസ് ആൻഡ് ഡോൺട്സിനെ കുറിച്ചിട്ട് ഉള്ള ഒരു വ്യക്തമായ പോളിസി, പ്രൊസീജിയറൽ ഗൈഡ് ലൈൻസും വേണം. ഇപ്പം ചില കമ്പനീസ് ഉണ്ട്, അവർ ഫേസ്ബുക്ക് അങ്ങനെയുള്ള ഇതൊക്കെ ബാനായിരിക്കും. ബാൻ എന്ന് പറഞ്ഞാൽ അവർ പ്രത്യക്ഷത്തിൽ ബാൻ എന്നൊന്നും പറയില്ല, പക്ഷെ അവരത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പം നമുക്ക് അവിടെ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് ഫോണിലെടുത്ത് ഫേസ്ബുക്ക് നോക്കിയാൽ നിങ്ങൾക്കത് കിട്ടില്ല. അതൊക്കെ പിന്നെ കമ്പ്യൂട്ടർ യൂസേജ്, അതിനൊക്കെ ഓരോ ഗൈഡ് ലൈൻസ് ഉണ്ടായിരിക്കും. ഓരോ എംപ്ലോയിക്കും ഓരോ കോഡ് ഉണ്ടായിരിക്കും. അവരുടെ ഒരു കമ്പനിക്ക് ഒരു പോർട്ടൽ ഉണ്ടായിരിക്കും. ആ എംപ്ലോയി കോഡ് വഴി പോർട്ടൽ ഉണ്ടായിരിക്കും. ആ എംപ്ലോയി കോഡ് വഴി ആ എംപ്ലോയിക്ക് മാത്രമേ ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. മാനേജേഴ്സിന് അവരുടേതായിട്ടുള്ളതുണ്ടാവും. അപ്പോൾ ഒരു എംപ്ലോയിയുടെ ലോഗിൻ ഐ ഡി വെച്ച് എംപ്ലോയി കാണുന്ന ഒരു ഇൻ്റർഫേസ് ആയിരിക്കില്ല ഒരു മാനേജറിൻ്റെ ലോഗിൻ വെച്ചിട്ട് മാനേജർ കയറുമ്പോൾ കാണുന്നത്. സോ അങ്ങനെ നിങ്ങൾ എന്തെല്ലാം ചെയ്യാം, എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്നതിനെ സംബന്ധിക്കുന്ന വ്യക്തമായിട്ടുള്ള പോളിസി ആൻഡ് പ്രൊസീജിയറൽ ഗൈഡ് ലൈൻസ് ഉണ്ടായിരിക്കണം. മൂന്നാമത്തത് സൈബർ ഇൻ്റലിജൻസ് ആണ്. നമുക്കറിയാം ഇപ്പം നമ്മൾ എത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യും. എപ്പോഴും ഡിജിറ്റൽ ടെക്നോളജി ഇസ് വെരി മച്ച് പ്രോൺ ടു ത്രെറ്റ്. അപ്പോൾ നമ്മൾ ഈ ഇൻ്റലിജൻസ് വകുപ്പുകളൊക്കെ കണ്ടിട്ടില്ലേ, അവർ അപകടങ്ങൾ മുൻകൂട്ടി കണ്ടുപിടിച്ച് നമുക്ക് മുന്നറിയിപ്പ് തരും, ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നുണ്ട് കേട്ടോ. അതുപോലെ സൈബർ ഇൻ്റലിജൻസിൻ്റെ കമ്പനിയിലും അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ തന്നെ ഗവൺമെൻറ് തലത്തിൽ അതിനൊരു സംവിധാനം ഉണ്ടാവണം. ടെക്നിക്കൽ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ, ഇങ്ങനെയുള്ള ഭീഷണികൾ, നിങ്ങളുടെ സൈറ്റ് ഹാക്ക് ചെയ്യാൻ, ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സൈറ്റാണെങ്കിൽ ഹാക്ക് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ന്യൂസിൽ കാണാം എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞിട്ട് പറയണ കാണാം ഇതിന് ഇൻ്റലിജൻസ് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു, ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നൊക്കെ. ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നിട്ടും പ്രിക്കോഷൻസ് എടുത്തുണ്ടോ എടുത്തില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ അങ്ങനെയുള്ള റിപ്പോർട്ടുകളൊക്കെ വളരെ കാര്യക്ഷമമായിട്ട് ഇത്തരം വകുപ്പുകൾ എപ്പോഴും കൊടുക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ത്രെട്ടുകളെ അനലൈസ് ചെയ്യുക, അങ്ങനെ തരുന്ന റിപ്പോർട്ടുകൾ തരാനൊരു സംവിധാനം ഉണ്ടാവുക. അങ്ങനെ റിപ്പോർട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ ആ ത്രെട്ടിനെ കുറിച്ചിട്ടുള്ള അനാലിസിസ് നടത്തുക. ത്രെട്ടുകൾ എന്താണ്, വൾണറബിലിറ്റീസ് എന്താണ്, എന്തെങ്കിലും ഇൻസിഡൻ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ അനലൈസ് ചെയ്യുക. കൗണ്ടർ മെഷർ ടൈംലി കസ്റ്റമൈസ് ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവുക. അപ്പോൾ അപകടം വരുന്നുണ്ട് എന്ന് മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞാൽ നമുക്കതനുസരിച്ചിട്ട് ഇവിടെ പ്രിക്കോഷൻ എടുക്കാമല്ലോ. അപ്പോൾ അതിനൊരു സൈബർ ഇൻ്റലിജൻസ് സംവിധാനം ഓരോ ഓർഗനൈസേഷൻ്റെ തലത്തിൽ ഉണ്ടാവലൊന്നും പോസിബിൾ അല്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് ഗവൺമെൻറ് തലത്തിലെങ്കിലും ഉണ്ട്. ഇനി പറയുന്നത് ആക്സസ് കൺട്രോൾസ് ആൻഡ് ഒതൻറ്റിക്കേഷൻ ആണ്. അത് വളരെ പെർഫെക്റ്റായിട്ട് ഓരോ കമ്പനീസും പാലിക്കേണ്ട ഒരു കാര്യമാണ്. ഓരോ യൂസർക്കും ഒരു ലോഗിൻ ഐ ഡിയും പാസ്വേഡും ഉണ്ടായിരിക്കണം. ആ ലോഗിൻ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് മാത്രമേ
അവരോട് കമ്പ്യൂട്ടറിലേക്ക് ലോഗിൻ ചെയ്യാൻ, അല്ലെങ്കിൽ അവർ ഒരു ഓർഗനൈസേഷനിലായിരിക്കുന്ന കാലത്ത്, അതിപ്പോൾ നമ്മുടെ കോളേജിലുണ്ട്, നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ G Suite നമ്മുടെ കോളേജിലുണ്ട്. അപ്പോൾ അതിനെല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും ഒരു മെയിൽ ID ഉണ്ട്, ഒരു പാസ്വേഡ് ഉണ്ട്. ഓരോ ടീച്ചേഴ്സിനും ആക്സസ് ചെയ്യാൻ ഇൻഫ്ലിപ്നെറ്റ് നിങ്ങൾക്ക് പറയാം. ഓരോ ടീച്ചേഴ്സിനും ആക്സസ് ചെയ്യുന്നെങ്കിൽ സ്റ്റുഡൻസിന് ആക്സസ് ചെയ്യണമെങ്കിൽ അതിനൊക്കെ ഒരു ലോഗിൻ ID യും പാസ്വേഡും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള പാസ്വേഡൊക്കെ യൂസ് ചെയ്തിട്ട് ആ യൂസർ മാത്രം ചെയ്യുക. നമ്മൾ സൗഹൃദത്തിൻ്റെ ഊഷ്മളത കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ആൾക്കാർക്കും ഇതാണ് കേട്ടോ എൻ്റെ ലോഗിൻ ID യും പാസ്വേഡും, നിങ്ങൾ ആര് വേണമെങ്കിലും കയറി ലോഡായിട്ട് സഹകരിക്കാൻ പോകുമ്പോഴാണ് മിക്കപ്പോഴും ഇതിനൊക്കെ പണി കിട്ടുന്നത്. അപ്പോൾ ഒതൻറ്റിക്കേഷനും ആക്സസ് കൺട്രോളും നിർബന്ധമായിരിക്കണം. അപ്പോൾ ഇനി അതിൽ പാസ്വേഡ് വെച്ചിട്ടോ ടോക്കനോ ബയോമെട്രിക്സോ അല്ലെങ്കിൽ പബ്ലിക് കീസ് യൂസ് ചെയ്തിട്ടോ നമ്മൾ ഒത്തിരി സെക്യൂരിറ്റി മെഷേഴ്സ് പഠിച്ചിട്ടുണ്ട്. അതെന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് ആക്സസ് കൺട്രോൾ അല്ലെങ്കിൽ ഒതൻറ്റിക്കേഷൻ ഉറപ്പുവരുത്തണം. പിന്നെയാണ് ഫയർ വാൾസ്. നമ്മൾ പറഞ്ഞു അതൊരു സോഫ്റ്റ്വെയർ ആണ്. ഇൻ്റർനെറ്റും നമ്മളുടെ സിസ്റ്റം നെറ്റ്വർക്കിൻ്റെയും ഇടയിലുള്ളൊരു വലിയ തീ കൊണ്ടുള്ളൊരു ചുമര് പോലെയാണ് ആക്ച്വലി അത് ആക്ട് ചെയ്യുന്നത്. അവിടുന്ന് വേണ്ടാത്തത് അങ്ങോട്ടേക്കും കടത്തി വിടാതെ ഇരിക്കുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഫയർവാൾ സംവിധാനം വലിയ വലിയ നെറ്റ്വർക്കുകളുള്ള സ്ഥലത്ത് ഫയർവാൾ സംവിധാനങ്ങൾ ആവശ്യമാണ്. അത് വേണം, ഇല്ലാണ്ട് അത് ഉണ്ടാവാൻ പാടില്ല, അത് ഉറപ്പുവരുത്തണം. ഇനി ആക്റ്റീവ് കണ്ടൻറ്റ് ഫിൽറ്ററിങ് ബ്രൗസർ ലെവലിൽ തന്നെ നമ്മളൊരു ഇൻഡിവിജ്വൽ കമ്പ്യൂട്ടറിലിരുന്ന് ഗൂഗിൾ ക്രോമോ മോസില്ല ഫയർഫോക്സോ ഒക്കെ പോലത്തെ ഒരു ബ്രൗസർ യൂസ് ചെയ്തിട്ട് നമ്മൾ സെർച്ച് ചെയ്യുന്ന കണ്ടൻറ്റുകൾക്ക് ഒരു ഫിൽറ്ററിങ് ഉണ്ടായിരിക്കണം. ഒരു വർക്ക് പ്ലേസിൽ ഇരുന്നു കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ അപ്രോപ്രിയേറ്റ്നെസ് വർക്ക് പ്ലേസ് പോളിസീസിൽ കറക്റ്റായിട്ട് പറയണം. ഇനി അതാണ് ആ പോളിസി മാനേജ്മെൻറ്റ് ആക്ച്വലി അതും പെടും. വാട്ട് ആർ ദ കണ്ടൻറ്റ്സ് യു ആർ സപ്പോസ്ഡ് ടു ബ്രൗസ് വെൻ യു ആർ ഇൻ എ കമ്പനി, വാട്ട് ആർ ദ കണ്ടൻറ്റ്സ് വിച്ച് യു ആർ നോട്ട് സപ്പോസ് ടു ബ്രൗസ് എന്നുള്ള ഫിൽറ്ററിങ് സിസ്റ്റത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് വേണം. കാരണം ചിലപ്പോൾ നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ആയിരിക്കും കൊണ്ടുവരിക. പക്ഷേ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് വന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കോളേജിലോ അല്ലെങ്കിൽ കമ്പനിയിലെ നെറ്റ്വർക്കും ആയിരിക്കും. അപ്പോൾ അത് വിചാരിച്ചിട്ട് നമ്മുടെ സ്വന്തം കമ്പ്യൂട്ടറാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള കണ്ടൻറ്റുകൾ ബ്രൗസ് ചെയ്ത് പോവാതെ കണ്ട് വെൻ യു ആർ ഇൻ യുവർ വർക്ക് പ്ലേസ് ദിസ് ഇസ് ദ കണ്ടൻറ്റ്സ് വിച്ച് യു ആർ അലൗഡ് ടു എന്നുള്ള രീതിയിൽ ഒരു ശക്തമായ കണ്ടൻറ്റ് ഫിൽറ്ററിങ് വേണം. മറ്റ് കണ്ടൻറ്റുകളൊക്കെ ഇവിടെ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടാൻ പാടില്ല എന്ന് ചുരുക്കം. ഇനി ഒന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം IDS. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്രയെല്ലാം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിച്ചാലും അല്പസ്വല്പമുള്ള ലൂപ്പ് ഹോളിലൂടെ മിക്ക പ്രശ്നങ്ങളും ഇത്തരം കാര്യങ്ങളൊക്കെ ബ്രേക്ക് ഇൻ ചെയ്തു വരാം, അല്ലെങ്കിൽ ബ്രേക്ക് ഇൻ ചെയ്യാനുള്ളൊരു ശ്രമം നടത്താം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു കള്ളം ജനാലയുടെ ഒരു കുറ്റി ഒന്ന് അഴിച്ചു, നമുക്ക് പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ വീട്ടിൽ കയറിയില്ല, പക്ഷെ ഒരു കൊളുത്തൊന്ന് ഇളക്കി വെച്ചു. നമുക്കത് സ്വാഭാവികമായിട്ടും നമ്മുടെ പിറ്റേ ദിവസം അത് മനസ്സിലാകാൻ പറ്റേണ്ടതാണ്. അപ്പം നമ്മൾ അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, ഒന്നുകൂടി ഒന്ന് പ്രൊട്ടക്റ്റഡ് ആക്കി അത് ഉറപ്പിച്ച് വെച്ചു, അല്ലെങ്കിൽ കുറച്ചും കൂടി എന്തെങ്കിലും ഒരു സംഭവം ചെയ്ത് ജനാല ടൈറ്റാക്കി എന്തെങ്കിലും ചെയ്യും. അത് തന്നെയാണ് ഈ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റവും ചെയ്യുന്നത്. എന്തെങ്കിലും തരത്തിൽ നമ്മളുടെ ഇത്തരം ലോഗിനുകളിലേക്ക് ഒരു ചെറിയ ഭീഷണി തുഴഞ്ഞു കയറാനുള്ള ഒരു ശ്രമമുണ്ടായി എന്ന് കണ്ടാൽ അത് മോണിറ്റർ ചെയ്യാനും എന്ത് രീതിയിലാണ് അവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചതെന്ന് മനസ്സിലാക്കാനും അതിനെ ഡിഫെൻഡ് ചെയ്യാനും ആ അറ്റാക്കിൻ്റെ ഒറിജിൻ എവിടെയായിരുന്നു എന്ന് മനസ്സിലാക്കാനും ഏതൊക്കെ അസറ്റിനെ ലക്ഷ്യം വെച്ചിട്ടായിരുന്നു എന്ന് നോക്കാനും ആ ലെവൽ ഓഫ് എത്രത്തോളം കൺസേൺഡ് നമ്മൾ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് വേറെ എക്സ്പേർട്സ് അല്ലെങ്കിൽ മാനുവലി എക്സ്പേർട്സിൻ്റെ ഒരു ടീം ഉണ്ടായിരിക്കണം. അവർ ഇത്തരം ഇൻട്രൂഷൻസിൻ്റെ ശ്രമങ്ങളെ നിരീക്ഷിക്കണം. അങ്ങനെ ശ്രമങ്ങളെ നിരീക്ഷിച്ചപ്പോൾ നമ്മൾ ഒരു ദിവസം വീട്ടിൽ കള്ളം വന്നിട്ട് ഓടിളക്കാനോ അല്ലെങ്കിൽ എന്തിനെങ്കിലും നോക്കി സാരില്ല ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ ചിലപ്പോൾ അടുത്ത ദിവസം വരുമ്പോൾ കള്ളൻ മോഷ്ടിച്ചിട്ട് പോയിട്ടുണ്ടാവും അല്ലേ. അത് നോക്കരുത്. ലൂപ്പ് ഹോൾസ് കണ്ട് അവിടെ അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമമുണ്ട് എന്ന് മനസ്സിലാക്കാനും അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ
അത് ഏത് ലെവലിലാണെന്നും എന്തിനു വേണ്ടിയിട്ടാണെന്നും എത്രത്തോളം നമ്മൾ കൺസേൺ ആവണമെന്നും എവിടുന്നാണ് അറ്റാക്ക് വന്നതെന്നും ഏത് അസറ്റിനെ ലക്ഷ്യം വെച്ചിട്ടാണ്, ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ടൊന്ന് മനസ്സിലാക്കി അത് ഒരു അനാലിസിസ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ ആൻഡ് മാനുവൽ എക്സ്പേർട്സിൻ്റെ ഒരു ആവശ്യകത എല്ലാ ഓർഗനൈസേഷൻസിലും ഉണ്ട്. പിന്നെ വൈറസ് സ്കാനേഴ്സ്, സോഫ്റ്റ്വെയർ ട്രോജൻസ്, വൈറസസിനെയൊക്കെ അതിൻ്റെ അറ്റാക്കുകളെയൊക്കെ ഒരു കോഡൊക്കെ ആയിട്ടായിരിക്കും ഇത് ജനറേറ്റ് ചെയ്യപ്പെടുക. അത്തരം കോഡുകളെയൊക്കെ സ്കാൻ ചെയ്ത് ഒഴിവാക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ആയിട്ടുള്ള വൈറസ് സ്കാനേഴ്സ് എല്ലാ സിസ്റ്റത്തിലും ഒരു ഓർഗനൈസേഷനിൽ ആവശ്യമാണ്. എൻക്രിപ്ഷൻ നമ്മൾ ഇൻഫർമേഷൻ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്ത് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതിനെ കോഡഡ് ആക്കിയിട്ട് പോകുക എന്നുള്ളതാണ്. ഫ്രം വൺ സ്റ്റോറേജ് ഡിവൈസ് ടു അനദർ സ്റ്റോറേജ് ഡിവൈസ് ഓർ വൺ കമ്പ്യൂട്ടർ ടു അനദർ കമ്പ്യൂട്ടർ, അതിനെ മനസ്സിലാകാത്ത രീതിയിൽ കോഡ് ചെയ്യുന്ന ഒരു അൽഗോരിതമായിട്ട് ആണ് ആക്ച്വലി എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അത്തരം സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. പിന്നെ വൾണറബിലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയും. അതായത് നമ്മൾ പറഞ്ഞു ചില കാര്യങ്ങൾ ചെയ്യുന്ന ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ചില ഫോണുകൾ അത് മോർ ചാൻസ് ഉണ്ട് അറ്റാക്ക്. ഒരു പക്ഷേ ഒരു മാർക്കറ്റിംഗ് ഒക്കെ പോലെയുള്ള ഒരു മാർക്കറ്റിംഗ് റിസർച്ചൊക്കെ ചെയ്യുന്ന ഒരു സംവിധാനമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾക്ക് ഒത്തിരി കൺസ്യൂമേഴ്സായിട്ട് കോണ്ടാക്റ്റ് വരാനൊക്കെ ഓൺലൈനിൽ ശ്രമിക്കുമ്പോൾ അവർക്കൊക്കെ ചിലപ്പോൾ മോർ വൾണറബിലിറ്റി ഉണ്ട്, ഒരു സാധ്യതയുണ്ട്. അപ്പം അതുണ്ടാകണം. ഏതൊക്കെ സിസ്റ്റം ആണ് അല്ലെങ്കിൽ ഏതൊക്കെ നെറ്റ്വർക്കിനാണ് കൂടുതൽ ചാൻസ് ഫോർ അറ്റാക്കിങ്, ഏതൊക്കെയാണ് വളരെ അത്ര ചാൻസ് ഇല്ലാത്തത്. അപ്പം അങ്ങനെ ഒരു ക്രൈറ്റീരിയ തിരിച്ചാലേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും വൾണറബിലിറ്റി കുറവുള്ള നെറ്റ്വർക്കിലേക്ക് റീറൂട്ട് ചെയ്യാനും അല്ലാത്തത് നോർമൽ നെറ്റ്വർക്കിൽ ഇരിക്കാനും നമുക്ക് പറ്റുള്ളൂ. സോ ഒരു വൾണറബിലിറ്റി ടെസ്റ്റിംഗ് എപ്പോഴും വേണം. ഇനി സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ, അത് നിങ്ങൾക്ക് അറിയാം, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഒരു സിസ്റ്റം അഡ്മിൻ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊരു ഒരു സിസ്റ്റം അഡ്മിൻ വലിയ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം മെയിൻ അഡ്മിനും ഒരുപാട് എക്സിക്യൂട്ടീവ്സും ഉണ്ടായിരിക്കും. ആ കമ്പനിയുടെ മൊത്തം ഡിജിറ്റൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന IT ഇൻഫ്രാസ്ട്രക്ചർ കൈകാര്യം ചെയ്യുന്നത് അവരായിരിക്കും. സോ സിസ്റ്റം അഡ്മിനാണ് അതിൽ ഓൾ ഇൻ ഓൾ. ആ എൻറ്റയർ ഡേറ്റാബേസിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് അയാളാണ്. എക്സിക്യൂട്ടീവ്മാരുണ്ടായിരിക്കും. സോ അങ്ങനൊരു സംവിധാനം എല്ലാ ഓർഗനൈസേഷനിലും നിർബന്ധമായിട്ട് ഉണ്ടാവണം. ചെറിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ മിനിമം ഒരു സിസ്റ്റം അഡ്മിനെങ്കിലും ഉണ്ടായിരിക്കണം. ഇനി ഇൻസിഡൻറ്റ് റെസ്പോൺസ് പ്ലാൻ, IRP എന്ന് പറയും. നമ്മൾ സപ്പോസ് ഇത്രയെല്ലാം മുൻകരുതലുകൾ എടുത്തിട്ടും സംതിങ് ബാഡ് ഹാപ്പൻ, നമുക്കൊരു ഹാക്ക് ചെയ്യപ്പെട്ടു നമ്മുടെ സൈറ്റ്, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ആരെങ്കിലും ഇൻട്രൂഡ് ചെയ്ത് കയറിപ്പറ്റി. അപ്പം നമ്മൾ ഹൗ യു ആർ ഗോയിങ് ടു ഐഡൻറ്റിഫൈ, ഹൗ യു ആർ ഗോയിങ് ടു കറക്റ്റ്, ഹൗ യു ആർ ഗോയിങ് ടു റിക്കവർ ഫ്രം ദാറ്റ് ഇൻസിഡൻറ്റ്. അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവണം. അയ്യോ, ഒരു ദിവസം രാവിലെ വന്ന് നോക്കിയപ്പോൾ ഞങ്ങളുടെ വെബ്സൈറ്റ് കംപ്ലീറ്റ് ഹാക്കാണ്, അയ്യോ ഇനിയിപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് മേലേക്ക് നോക്കിയിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. സോ ഇഫ് സംതിങ് ബാഡ് ഹാപ്പൻസ്, ദ പ്ലാൻ ടു ഐഡൻറ്റിഫൈ ഇറ്റ്, ടു ഡിഫൈൻ it, to identify it, to respond it, to correct it, to recover it. അതാണ് ഇൻസിഡൻറ്റ് റെസ്പോൺസ് പ്ലാൻ എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി വയർലെസ് സെക്യൂരിറ്റി. ഇപ്പം നമ്മൾ GSM-ഉം GPS ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം സംവിധാനങ്ങൾ അസോസിയേറ്റഡ് ആയിട്ട് റിസ്കുകൾ വരാറുണ്ട്. അപ്പോൾ 802.11 സ്റ്റാൻഡേർഡ്സ് ഓഫ് വയർലെസ് സെക്യൂരിറ്റി എന്ന് പറയുന്ന സംവിധാനങ്ങളുണ്ട്. നമ്മൾ GPS-ഉം GSM ഒക്കെ ഉപയോഗിക്കുന്ന ഓർഗനൈസേഷൻസ് ആണെങ്കിൽ അത്തരം സെക്യൂരിറ്റി മെഷേഴ്സ്, ആ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് എടുത്തിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിൽ പറഞ്ഞ 13 ലെയേഴ്സ് എന്ന് പറയുന്നത് ഈ സെക്യൂരിറ്റി പ്രൊസീജിയേഴ്സാണ് അല്ലെങ്കിൽ പ്രോസസ്സുകളാണ് നമ്മൾക്ക് സെക്യൂരിറ്റി ബ്രച്ച് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന മുൻകരുതലുകൾ എന്ന് പറയാം. റിസ്ക് മാനേജ്മെൻറ്റ്, പോളിസി മാനേജ്മെൻറ്റ്, സൈബർ ഇൻ്റലിജൻസ്, ആക്സസ് കൺട്രോൾ ഒതൻറ്റിക്കേഷൻ, ഫയർവാൾ, ആക്റ്റീവ് കണ്ടൻറ്റ് ഫിൽറ്ററിംഗ്, ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം, വൈറസ് സ്കാനേഴ്സ്, എൻക്രിപ്ഷൻ,
vulnerability testing, system administration, incident response plan, and finally wireless security. So അത്രയേ ഉള്ളൂ.